Namaste. BPAE 144, Social Policies and Administration. Today, we are going to take Unit 7, Employment. BPAE 144, Social Policies and Administration. Unit 7, Employment. In the unit, Unit 7 and 8 we are going to take. And first, let me talk about Unit 7. Okay. എംപ്ലോയ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് അറിയാലോ. ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഭരണഘടന പ്രകാരം എംപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? എവാലുവേഷൻ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം മെയിൻ പ്രൊവിഷൻസ്, അത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ലോ ആൻഡ് അസസ്മെന്റ്. അതാണ് ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് 7 പറയുന്ന ചില കാര്യങ്ങൾ. അതായത് ഭരണഘടന പ്രകാരം എംപ്ലോയ്മെന്റ് എങ്ങനെയാണ്, റൈറ്റ് to, you can work anywhere, you can settle down anywhere, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എവാലുവേഷൻ, പിന്നെ MGNREP മെയിൻ പ്രൊവിഷൻസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ലോ, എന്താണ് ചെയ്യേണ്ടത്. പല ലോ ഉണ്ട് ഇതില്. അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിൽ ഇൻട്രൊഡക്ഷൻ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതായത് 2003 അതിനെ NREGA എന്നാണ് പറഞ്ഞിരുന്നത്. NREGA എന്നതല്ല, 2003 ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2003 അപ്പൊ NREGA അബ്രിവേറ്റഡ് ഫോം NREGA. അതിനെ നമ്മള് 2009 റീനെയിം ചെയ്തു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് or MGNREGA അബ്രിവേറ്റഡ് ഫോം മഹാത്മാഗാന്ധി. ഇനി MGNREGA എന്നാണ് പറയുക. അതിന്റെ ഫുൾ ഫോം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി, അതായത് മിനിമം ജോബ് ഈ സ്ത്രീകൾക്കും മറ്റ് ഇവർക്കൊക്കെ ഗ്യാരണ്ടി ചെയ്ത ഒരു ഗവൺമെന്റിന്റെ ഒരു സ്കീമാണത്. 2009 ഇത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഇന്ത്യൻ ലേബർ ലോ അതിൽ പെട്ടതാണ് ഇത്. ആൻഡ് സോഷ്യൽ, അതായത് കുറച്ച് പേർക്ക് കുറച്ചെങ്കിലും അഷ്യൂർ ചെയ്യുക, അതായത് അവർ പട്ടിണി എടുക്കില്ലല്ലോ, 10-20 ദിവസം വട്ടവർ അത് വരുന്നുണ്ട്, എത്ര ദിവസമാണെന്നൊക്കെ. അപ്പൊ അതായത് മാസത്തിൽ ഇപ്പൊ 20 ദിവസം നമ്മൾ ജോലി ചെയ്താലും നമ്മൾ പട്ടിണി കിടക്കില്ലല്ലോ, 20 ദിവസം ശമ്പളം കിട്ടുമല്ലോ. പക്ഷെ അതിന് മിനിമം വേജസ് അതൊക്കെ ഉണ്ട്, അതെല്ലാം പല ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ദിസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ August 23, 2005 അണ്ടർ ദ UPA ഗവൺമെന്റ് വെൻ മൻമോഹൻ സിംഗ് വാസ് ദർ. ആ സമയത്താണ് ഇതിന്റെ ഇത് പാസ്സാക്കിയത് 2005. ഇറ്റ് എയിംസ് ടു എൻഹാൻസ് ലൈവ്ലിഹുഡ്, അതായത് ഓരോരുത്തരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് റൂറൽ, എസ്പെഷ്യലി റൂറൽ ഏരിയാസിൽ കേട്ടോ, ബൈ പ്രൊവൈഡിങ് അറ്റ്ലീസ്റ്റ് 120 ദിവസമെങ്കിലും ഒരു കൊല്ലത്തില് ഒരാൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ളത്, ഒരു കൊല്ലത്തിൽ ഫൈനാൻഷ്യൽ ഇയർ, അറ്റ്ലീസ്റ്റ് 1 member ഓഫ് എവറി ഹൗസ് ഹോൾഡ്. അല്ലാതെ വീട്ടിലത്തെ എല്ലാവർക്കും കൊടുക്കില്ല, 1 member ഓഫ് എവറി ഹൗസ് ഹോൾഡ് 120 ദിവസം, ഒരു കൊല്ലം. അപ്പോ അതില് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. വുമൺ ആർ ഗ്യാരണ്ടീഡ് 1/3 ഓഫ് ദ ജോബ്സ്. 1/3 ജോബ് സ്ത്രീകളൊക്കെ ആയിരിക്കണം. എന്താ കാരണം അറിയോ? ഇതിൽ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, സ്ത്രീകളെ ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്നാലേ ചിലപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ നടക്കൂ. ചിലപ്പോൾ ഹസ്ബൻഡുമാര് ചില സമയത്ത് അറിയാലോ, ചിലപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം, ചില സമയത്ത് മദ്യപിച്ച് വീട്ടിലൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുട്ടികളെ നോക്കാനൊന്നും കാശുണ്ടാവില്ലല്ലോ. അപ്പോ വുമൺ ഷുഡ് വർക്ക്, യെസ്, അറ്റ്ലീസ്റ്റ് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലി. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മിനിമം ജോബെങ്കിലും കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് ഇതൊക്കെ. റേദർ ഈ പബ്ലിക് വർക്ക് പ്രോഗ്രാം ഇൻ ദ വേൾഡ്, ഇത് നമ്മുടെ ഏറ്റവും അംബീഷ്യസ് ആയ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് വർക്ക് പ്രോഗ്രാമാണ് ലോകത്തിലെ. ഈ നമ്മുടെ MGNREGA ലോകത്തിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്ക് ഇല്ല. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമാണിത്. NREGA അത് ഞാൻ ആൾറെഡി പറഞ്ഞു. പിന്നെ മഹാത്മാഗാന്ധി അത് ഞാൻ പറഞ്ഞു. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഓക്കെ, അതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അടുത്ത് ദി ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. അടുത്ത് ഭരണഘടനാ പ്രകാരം ഉള്ള ഫ്രെയിംവർക്ക്. ദ ആക്ട് എയിംസ് ടു ഫോളോ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. പറഞ്ഞാൽ സംസ്ഥാനം
ചെയ്യേണ്ട ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട കടമകളാണ്. അതായത് ജോലി, വേജസ് ഇതൊക്കെ കൊടുക്കേണ്ടതേക്ക് എല്ലാവർക്കും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കമ്മിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇൻ പാർട്ട് 4 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ലോ പ്രൊവൈഡിങ് റൈറ്റ് ടു വർക്ക്, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ അല്ലാണ്ട് ജോലി നിഷേധിക്കരുത്. കാരണം നീ അവിടുന്ന് വരാനാണോ, അല്ലെങ്കിൽ ബനാണ്, കറുത്താണ്, വെളുത്താണ്, ആ റിലീജിയനാണ്, കാസ്റ്റാണ് എന്നും പറഞ്ഞിട്ടൊന്നും ഒരിക്കലും ജോലി നിഷേധിക്കരുത്. അത് എഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യാനും, ഏത് ജോലി ചെയ്യാനും, എവിടെ പോയി സെറ്റിൽ ചെയ്യാനും ഇന്ത്യയുടെ ഏത് ടെറിട്ടറിയിലും നിങ്ങൾക്ക് അവകാശമുണ്ട്. മനസ്സിലായി? ആർട്ടിക്കിൾ 41 ദാറ്റ് ഡയറക്ട് ദ സ്റ്റേറ്റ് ടു സെക്യൂർ ഓൾ സിറ്റിസൺ ദ റൈറ്റ് ടു വർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ആർട്ടിക്കിൾ 41 അത് പറഞ്ഞിട്ടുണ്ട്, ദ സ്റ്റേറ്റ് ആൾസോ സീക്സ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് ത്രൂ റൂറൽ വർക്ക്. അപ്പൊ മാത്രമല്ല, നമ്മളെ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ ഡ്രെയിനേജ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, കാലാവസ്ഥ വ്യതിയാനം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതേമാതിരി നല്ലതല്ല ജനത്തിന് സൗകര്യമായ പല പല കാര്യങ്ങളും which is consistent with Article 48A that direct the state to protect the environment. അപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അല്ലാണ്ട് കാടിലെ മരങ്ങൾ മുറിക്കലല്ല സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി. മരങ്ങളെ അഫോറസ്റ്റേഷൻ ഇസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്, നോട്ട് ഡീഫോറസ്റ്റേഷൻ. മനസ്സിലായോ? കാടുകൾ ഉണ്ടെങ്കിലാണ്, വനങ്ങൾ ഉണ്ടെങ്കിലേ മഴയുണ്ടാവൂ. മഴയുണ്ടെങ്കിലല്ലേ വെള്ളം വരൂ, നമ്മുടെ ജലാശയങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ടാവൂ. മനസ്സിലായില്ലേ? അപ്പോ നേരെ മറിച്ച് കാട് തെളിച്ചാലുള്ള കാര്യമാണ് ഇപ്പൊ കേരളം ഫേസ് ചെയ്യുന്നത്. ആനകളും കുതിരകളും അല്ലത് നമ്മുടെ ടൈഗറും മറ്റിതൊക്കെ വനവാസ മേഖലയിലേക്ക് വരുന്നത്. എന്താ കാരണം? അവർക്ക് അവിടുന്ന് വെള്ളം കിട്ടുന്നില്ല, തണുപ്പില്ല, വെയില്, മരങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കിട്ടുന്നില്ല. അതാണ് ആന, കരടി മിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് ഒരു കിണറില്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം കാട്ടിലെ അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, കാലാവസ്ഥ വ്യതിയാനം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് കീഴ്പ്പെട്ട് വരുന്നത്. അത് യാനയായിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഓക്കെ, സോ അപ്പൊ എന്താണ് പറയുന്നത്? ജനങ്ങൾക്ക് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് അഫോറസ്റ്റേഷൻ, കാലാവസ്ഥ എന്നാലാണ് നിയന്ത്രിക്കാൻ പറ്റൂ. മരങ്ങള് വേറെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ലാൻഡ് സ്ലൈഡ്, നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഭൂമി ചില സമയത്ത് പിള്ളേരെല്ലാം ഇതും അതൊക്കെ എന്തായാലും പറയാം മലയാളത്തില്, പിന്നെ ചില സമയത്ത് ഒലിച്ചുപോക്കൊക്കെ ഇല്ലേ, മണ്ണ്, അതൊക്കെ തടഞ്ഞു നിർത്തുന്ന മരങ്ങളല്ലേ. അപ്പൊ മരങ്ങളില്ലെങ്കിൽ പിന്നെ അതവിടെ വേറൊന്നും ഇല്ലെങ്കിൽ പിന്നെ മരങ്ങൾ അത് ഒലിച്ചു പോയില്ലേ കംപ്ലീറ്റ്. അങ്ങനെയാണല്ലോ ഉത്തരാഖണ്ഡിലൊക്കെ സംഭവിക്കുന്നത്, കണ്ടില്ലേ? എത്രയോ മരങ്ങൾ അടക്കം എല്ലാം അങ്ങോട്ട് പോകുന്നത് കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 40 മാൻഡേറ്റ് ദ സ്റ്റേറ്റ് ഓർഗനൈസ്. അപ്പോ 40ാമത്തെ ആർട്ടിക്കിള് ഭരണഘടനയുടെ 40ാമത്തെ ആർട്ടിക്കിളില് വില്ലേജ് പഞ്ചായത്ത് അത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട്, ജില്ലാ പരിഷത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഹിന്ദിയിൽ പറയും ജില്ലാ പരിഷത്ത്. ഓക്കെ, അപ്പോ ഇതൊക്കെ അതിനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്, പഞ്ചായത്ത് സിസ്റ്റത്തിനെ. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇതാണ് ചെയ്യേണ്ടത്, നമ്മുടെ പഞ്ചായത്താണ് ചെയ്യുന്നത്. പക്ഷെ പല അപാകതകളുണ്ട് എന്ന് മറക്കരുതേ. നമ്മുടെ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം? ജനങ്ങൾക്ക് എത്തിക്കുക. അതായത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. സെൻട്രൽ ഗവൺമെന്റ് തന്നെ എല്ലാം കയ്യിൽ കൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ എല്ലാം കയ്യിൽ വെച്ചാൽ പറ്റില്ല. അപ്പൊ പഞ്ചായത്ത് രാജ്. പക്ഷെ അവര് ഉദ്ദേശിച്ച അവിടെയാണ് കിടക്കുന്നത്. കൺഫറിംഗ്, അത് പറയാം എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകളെന്ന്. കൺഫറിംഗ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓൺ ഗ്രാം പഞ്ചായത്ത്, ദ ആക്ട് അഡ്വേഴ്സ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ. അപ്പോ 73ാമത്തെ അമെന്റ് പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ പഞ്ചായത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയേണ്ട കാരണമല്ലേ 5 കൊല്ലം ഇലക്ഷൻ, അതിൽ പ്രസിഡന്റ് ആവും, അതായത് 4 5 പഞ്ചായത്ത് കൂടിയതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, 4 5 6 ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതാണ് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഇത്. പിന്നെ അപ്പൊ അവര് സെർവ് ചെയ്യുന്നത് റൂറൽ ഏരിയയാണ് വിത്ത് അതോറിറ്റി. അപ്പോ 1960 ശേഷം 30 ഇപ്പൊ കുറെ കൊല്ലായി നമ്മളെ സൂട്ടബിൾ എംപ്ലോയ്മെന്റ്, നമ്മളെ കുറെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഇപ്പോഴും അതെ, എന്തിനു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോഴും അതെ, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സഫർ ചെയ്യല്ലേ.
എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്, ITI നിന്നും IIT നിന്നും IIM എന്നും. പക്ഷേ ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. ഇപ്പൊ ഈവൻ ഇന്ന് തന്നെ നമ്മുടെ ഇൻ കൊച്ചി പ്രൈം മിനിസ്റ്റർ ഈസ് കമ്മിങ് ആൻഡ് there is a program at 5 o'clock to meet the youth. എത്ര 5 മണിക്ക് 6 മണിക്ക് എന്തോ സംതിങ്. യൂത്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണ്? അവരുടെ ആവശ്യം എംപ്ലോയ്മെന്റ് ആണല്ലോ. അപ്പൊ 35 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് അദ്ദേഹം മീറ്റ് ചെയ്യാൻ പോകുന്നത്, കുറെ ആളുകളെ. അപ്പൊ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ. ചില സമയത്ത് ചിലയിടത്ത് കോളേജില്ല, ചിലയിടത്ത് സ്ത്രീകൾക്ക് ഇതില്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല, ചിലയിടത്ത് എംപ്ലോയ്മെന്റ് ഇല്ല, നമ്മുടെ ക്യാമ്പസ് ഇന്റർവ്യൂ ഇല്ല, ചില റിട്രാഞ്ച്മെന്റ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രധാനമന്ത്രി അത് കൊച്ചിയിൽ ഇന്ന് വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ്, പ്രൊഡ്യൂസ് എംപ്ലോയ്മെന്റ്. പക്ഷേ ഇതിനൊക്കെ കുറെ എല്ലാ സ്റ്റേറ്റുകളും ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. വായുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോരാ. ഇതില് കാരണം എന്താ അറിയോ, നമ്മുടെ GDP കൂടണം എന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കൂടണം, എക്സ്പോർട്ട് കൂടണം. അല്ലാണ്ട് നമുക്കിപ്പോൾ സർവീസ് സെക്ടറാണ്, IT സർവീസ്, അത് അൺറിലയബിൾ ആണ്. കാരണം ഇന്റർനാഷണൽ ഇത് അനുസരിച്ചിട്ടായിരിക്കും ഓരോരത്. കാരണം അമേരിക്കയിൽ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറ്റിയും, ആസ്ട്രേലിയ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറ്റിയും, ഇവിടുത്തെ ആളുകളെ പിരിച്ചു. ഇപ്പൊ തന്നെ കുറെ എത്ര അറിയാലോ നിങ്ങൾക്ക്, എത്ര ഓരോരോ ഇതിൽ പിരിച്ചു വിട്ടെന്ന് അറിയാലോ. കാരണം അവർക്ക് അവിടെ ഇതില്ല. നമ്മളെ വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് സർവീസ്. സോ സർവീസ് സെക്ടറിലാണ് കൂടുതൽ എംപ്ലോയ്മെന്റ്, അല്ലാണ്ട് മാനുഫാക്ചറിങ്. അപ്പൊ മാനുഫാക്ചറിങ് സെക്ടറാണ് വേണ്ടത്. എന്നാലാണ് എന്താ കാരണം അറിയോ, നമ്മുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അനവധി പ്രൊഫഷണൽസ് ഉണ്ട്. അവരൊക്കെ എവിടെ, ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, CMA ഉണ്ട്, ACCA ഉണ്ട്, കമ്പനി സെക്രട്ടറി. ഇവരവിടെ IT പറ്റി ജോലി ചെയ്യാൻ പറ്റും. മറ്റേതുമാതിരിയുള്ള എത്ര ജോലി കിട്ടും അവിടെ IT-യിലൊക്കെ? ഒരു IT കമ്പനി ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടാവില്ല, 2 കമ്പനി സെക്രട്ടറി ഉണ്ട്, അല്ലേ? നേരെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചിലപ്പോൾ 4 5. അപ്പൊ ഇതൊന്നുമല്ല പരിപാടി. പക്ഷെ മാനുഫാക്ചറിങ് സെക്ടറിൽ അങ്ങനെയല്ലല്ലോ. പബ്ലിക് സെക്ടറിന്റെ ഇതൊക്കെ മസ്റ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് അതൊക്കെ. അപ്പോ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പറയണ്ടല്ലോ, ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, എല്ലാ സ്ഥലത്തും വികസനം, കോർഡിനേഷൻ വിത്ത് സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റ്. പിന്നെ പരമപ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ ഫെഡറൽ സ്ട്രക്ചറാണ്. ഞാൻ സമയം എടുത്താലും ശരി, ഈ ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ അഡീഷണൽ ആണ്, വാല്യൂ അഡീഷണൽ എന്ന് ഓർത്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക, സിമ്പിൾ ലാംഗ്വേജ് ആണ്, വായിക്കുക. വി ഷുഡ് ഹാവ് ബെറ്റർ റിലേഷൻ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ്. മനസ്സിലായില്ലേ? അനുമതി ആര് ഭരിച്ചാലും ശരി, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ പല ഡെവലപ്മെന്റ് പ്രോഗ്രാംസും നടക്കൂ. അപ്പൊ റൂറൽ, അതേമാതിരി ഇപ്പൊ നമ്മുടെ ലാൻഡ് ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ ചിലവർക്ക് സ്ഥലമില്ല, വർക്ക് ജോലിയില്ലാത്ത ആളുകളുണ്ട്. അതൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആരാ? ഡ്യൂട്ടി ആരൊക്കെ? പഞ്ചായത്ത്. ആരൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് അത്തരത്തിലുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് ഇല്ലാത്തവർക്ക് സ്ഥലങ്ങൾ കൊടുക്കുക. അങ്ങനെ ഇപ്പൊ വീടൊക്കെ പദ്ധതി, ലൈഫ് പദ്ധതി കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മൾ ചെയ്യുക വിത്ത് എ ഫോക്കസ് ഓൺ ലാൻഡ് ലെസ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, വീടുള്ളവർക്ക് വീട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഈ വീട് കൊടുക്കുമ്പോഴേ അതില് താമസിക്കാൻ പറ്റുന്ന വീട് കൊടുക്കുക. കാരണം പാറപ്പുറത്ത് കല്ലിന്റെ വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവിടെ പോയിട്ട് കുറച്ച് എന്തെങ്കിലും ഇഷ്ടിക വെച്ചിട്ട് ഒരു വീട്, അതില് വയറിങ്ങും പ്രോപ്പർ അല്ല, ഇൻഫീരിയർ ക്വാളിറ്റി വയറിങ്, വെള്ളം കിട്ടാൻ എത്രയോ ദൂരെ പോകണം, അങ്ങനത്തെ വീട് വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നല്ല വീട്, താമസയോഗ്യമായ വീടുകളാണ് കൊടുക്കേണ്ടത്. The Planning Commission later approved mentioned scheme and it was adopted at the national scale. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അത് ഇതിനെപ്പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം മെയിൻ പ്രൊവിഷൻസ് അറ്റ് ദി നാഷണൽ ലെവൽ, ദ രജിസ്ട്രേഷൻ പ്രോസസ് ഇൻവോൾവ്. അതായത് നമ്മളിതിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ദ വേജ് എംപ്ലോയ്മെന്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത്, കണ്ട അതിപ്പോ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ ജോലി തരണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ പഞ്ചായത്ത്. പക്ഷേ നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് തരാവുന്നത് 120 ദിവസമാണ് ഒരു കൊല്ലത്തില്. സപ്പോസ് തരാൻ പറ്റിയില്ല വിചാരിക്കുക എന്തെങ്കിലും കാരണങ്ങളാൽ, അപ്പൊ നിങ്ങൾക്ക് അലവൻസ് തരണം. അവര് എംപ്ലോയ്മെന്റ് അലവൻസ് ഉണ്ട്, അത് തരണം. അപ്പൊ ദ ലോ ആൾസോ ലിസ്റ്റ് പെർമിസിബിൾ വർക്ക് വാട്ടർ കൺസർവേഷൻ. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? നമ്മള് വർക്ക് ചെയ്ത് പുല്ല് പറിച്ചോടെ തന്നെ പുല്ല് പറിക്കുക, എന്നിട്ട് പറിച്ചോടെ നടുക, എന്നിട്ട് പിറ്റേ ദിവസം അത് പറിക്കുക. അതല്ല, വാട്ടർ കൺസർവേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഡ്രോട്ട് പ്രൂഫിംഗ്, ഇൻക്ലൂഡിങ് അഫോറസ്റ്റേഷൻ, പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ വർക്ക്, അതായത് മഴവെള്ള സംഭരണം, ട്രഡീഷണൽ വാട്ടർ ബോഡീസ്, വെള്ളം, കുളം,
അതേമാതിരി ലാൻഡ് ഡെവലപ്മെന്റ്, ഭൂമിയുടെ ഇത് ഡെവലപ്മെന്റ്, ഫ്ലഡ് കൺട്രോൾ, അതായത് മഴയത്ത് ഈ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം ചെയ്യാം, ചാലുകൾ വെള്ളം പോകാനുള്ളത്, ഡ്രെയിനേജ് ഇതൊക്കെ പ്രോപ്പറായി ചെയ്യുക, കണക്ടിവിറ്റി, അങ്ങനെ പലതും. ദ ആക്ട് സെറ്റ്സ് എ മിനിമം ലിമിറ്റ് ടു വേജ് മെറ്റീരിയൽ 60:40. ദ പ്രൊവിഷൻ ഓഫ് അക്രഡിറ്റഡ് എഞ്ചിനീയർസ് വർക്ക് സൈറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ പലരും ഇതുണ്ട്, എത്രത്തോളം ആളുകൾ വേണമെന്നുണ്ട്. ദി ആക്ട് റെക്കമെൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ടെക്നിക്കൽ റിസോഴ്സ് സപ്പോർട്ട്. ഇവർക്ക് ടെക്നിക്കലായിട്ട് ആളുകളെ ആവശ്യമാണല്ലോ. അറ്റ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, സെൻട്രൽ ലെവൽ ആൻഡ് ആക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്നത്തെ കാലത്ത് പഞ്ചായത്തിലൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ആണല്ലോ വേണ്ടത്, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷൻ, എവറിത്തിങ്. കാരണം എന്താണ്, ഒക്കെ ഇപ്പോൾ ഓൺലൈൻ ആണല്ലോ എല്ലാം. നമ്മൾ എൻട്രി, ഇപ്പം നമ്മുടെ കുടുംബശ്രീ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിട്ട്, ജനന മരണ സർട്ടിഫിക്കറ്റ്, അതേമാതിരി നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, എല്ലാം റെസിഡൻഷ്യൽ പ്രൂഫ്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് പഞ്ചായത്താണ്, വില്ലേജ്. അപ്പൊ അതെല്ലാം ഡിജിറ്റലൈസേഷൻ ആണ് കംപ്ലീറ്റ്. അപ്പൊ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. സോഷ്യൽ ഓഡിറ്റ്, ഇവിടെ ഒരു പരമപ്രദമായ കാര്യം, ഒരു മിനിറ്റ്. സോഷ്യൽ ഓഡിറ്റ് ഇവിടെ നമ്മൾ പിന്നാക്കണം കേട്ടോ. ഈ പഞ്ചായത്തിൽ നടക്കുന്നതും, ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതും, ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്നതും, ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ നടക്കുന്നതും ഒക്കെ പ്രോപ്പറായി ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഓഡിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൊച്ചിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് തീ പിടിക്കുക, അവിടെ ഇത്ര ടൺ കണക്കിലെ എത്രയോ കണക്കിലെ ടണ്ണാണ് വേസ്റ്റ് അവിടെ പോത്തിരിക്കുന്നത്. ഓഡിറ്റിങ്ങിൽ ഇങ്ങനെ വരുമോ? ഓഡിറ്റിന് പല അഴിമതി കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എവിടെ ഓഡിറ്റ് നടക്കണം? പഞ്ചായത്തിൽ ഏതെല്ലാം വിധത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ട്. പഞ്ചായത്തിലെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, വില്ലേജ് ഓഫീസിലായിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ ഒരളക്കണം, എന്തെങ്കിലും ഒരു സ്ഥലം അളക്കണോ, ഇപ്പൊ ഇതൊക്കെ അത് സോഷ്യൽ ഓഡിറ്റ്. അതിന്റെ പുറമെ പല, ഇപ്പൊ നമ്മുടെ കൃഷിഭവൻ, അവിടെ വളം കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് വിളയെടുത്തവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ ഓഡിറ്റ് ചെയ്യുന്നത്? 6 മാസം കൊടുത്തിട്ട് പോലും കഴിഞ്ഞിട്ട് പോലും കർഷകർക്ക് പൈസ കിട്ടാത്തവരുണ്ട്. ഫ്രൂട്ട്, നമ്മുടെ വെജിറ്റബിൾ ഇത് നമ്മൾ സപ്ലൈ ചെയ്തിട്ട് അതിന്റെ പൈസ കിട്ടാത്തവരുണ്ട്. അപ്പോൾ എല്ലാം ഓഡിറ്റ് നടക്കുന്നുണ്ടോ? അതാണ് അവ തെറ്റിദ്ധരിക്കാതെ നമ്മൾ നെഗറ്റീവ് അല്ല ചിന്തിക്കണം, പോസിറ്റീവ്. കാരണം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ അവരെങ്ങനെ അടുത്ത വിളവെടുക്കുക? ആദ്യത്തെ വിളവ് നെല്ല് എടുത്തിട്ടില്ല വിചാരിക്കുക, അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൃഷി സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ മഴ പെയ്താൽ മുളക്കില്ലേ? മുളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ഒരു വലിച്ചെറിയാനല്ലേ പറ്റൂ. പിന്നെ അങ്ങനെ അടുത്ത കൃഷി ഇങ്ങനെ ഒരു ഇറക്കുക, ലോൺ എടുത്തിട്ടായിരിക്കും. ലോൺ എടുത്തിട്ട് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ സമയത്ത് വീടും പോവും, എല്ലാം പോവും, നശിക്കും. അവസാനം കർഷകർക്ക് ആത്മഹത്യ ചെയ്യേണ്ടിയും വരും. കർഷകരുടെ പരിതാപകരമായ സ്ഥിതിയാണെന്ന് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റും അതെ, എല്ലാവരും അതെ, ആത്മാർത്ഥമായ അവരൊക്കെ സഹായിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് മാർക്കറ്റിംഗ്, അതേമാതിരി അതിന്റെ പ്രൈസസ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോവുക. അതേമാതിരി എന്തായിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, ടീ ആയിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ധാന്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് എടുക്കാൻ ചില സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് കൃഷി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ മെഷീൻ വരില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഈ കൊയ്ത്ത് ചെയ്യുന്ന മെഷീൻ തമിഴ്നാട്ടിൽ നിന്ന് വരണം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെ ഇത് കൃഷി അവിടെ കിടക്കാണ്. അവിടെ മഴ പെയ്താൽ മുഴുവൻ നെല്ല് പോയി മുളയ്ക്കും. എസ്പെഷ്യലി കുട്ടനാട് ഇൻ കേരള, അവിടെ വെള്ളമാണ് കംപ്ലീറ്റ്. 4 പുറം ഇതല്ലേ, കടല മറ്റേതൊക്കെ അല്ലേ ഇത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ അറിഞ്ഞ് പ്രവർത്തിക്കണം. അല്ലാണ്ട് വായോണ്ട് മാത്രം പുറകെ പ്രോമിസ് ചെയ്തവരാ. കാരണം കർഷകരാണ് നമ്മുടെ ഹൃദയം. രാജ്യം വികസിക്കണമെങ്കിൽ വില്ലേജ് വികസിക്കണം. വില്ലേജിൽ ആരാ? 60% കർഷകരാണ്. അവരുടെ അറിയോ, ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും മറ്റുള്ള സ്റ്റേറ്റുകളിൽ കർഷകർ ആത്മഹത്യ ചെയ്തു. കാരണം കടം മേടിച്ച് കൃഷി ചെയ്തിട്ട് 1 രൂപ തക്കാളിക്ക്, പാല് വാങ്ങാൻ ആളില്ല, റോട്ടിൽ കൂടെ ഒഴിക്കുക, തക്കാളി മുഴുവൻ റോട്ടില്ല, എന്നിട്ട് ട്രക്ക് അതിൻ്റെ മീതെ കയറ്റി. കാരണം അത് കൊടുത്ത് 1 രൂപയ്ക്ക് മാർക്കറ്റിൽ 1 രൂപ വില, തക്കാളിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ 5 രൂപ 10 രൂപ അതിന് കർഷകന് വന്നിട്ടുണ്ടാവും, അത് വളം മറ്റേതൊക്കെ. അപ്പൊ പ്രൈസ് കിട്ടുന്നില്ല. അവരെന്താ ചെയ്യുക? ലോൺ തിരിച്ചടക്കണ്ടേ? ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ സ്ഥിതി അറിയാലോ എന്താണെന്ന്. ഓക്കെ, സോ സിവിൽ സർവൻസ് ആൻഡ് വർക്കേഴ്സ് ഓഫ് രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് കലക്ടീവ്ലി ഓർഗനൈസ് സോഷ്യൽ. അപ്പൊ ചില സ്റ്റേറ്റുകളിൽ നല്ല വിധത്തിലുള്ള. പിന്നെ വേറൊരു പ്രധാനം എന്താ അറിയും, പഞ്ചായത്തിലെ ഏറ്റവും നമ്മുടെ നശിക്കുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ?
അപ്പൊ പറയണല്ലോ, ബാക്കി ഞാൻ പറയുന്നില്ല. പക്ഷെ രാജസ്ഥാനിൽ, ആന്ധ്രാപ്രദേശ് എന്താ കാരണം വെച്ചാൽ അവനവന്റെ പാർട്ടിക്കാരെ തള്ളിക്കയറ്റുക, അതേമാതിരി അവനവന്റെ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക, മറ്റൊരു കൊടുക്കാതിരിക്കുക. അതേമാതിരി ഇത് നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു ഈ എംപ്ലോയ്മെന്റ് ഞാൻ കണ്ടതാണ് അതൊക്കെ. അതായത് നമ്മുടെ ഈ ഇതുണ്ടോ മിനിമം ഗ്യാരണ്ടി, മറ്റേ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി, ഇതിന്റെ മഹാത്മാഗാന്ധി, അതിലും മറ്റേ റെക്കമെൻഡേഷൻ വേണം പഞ്ചായത്തിൽ. എന്നിട്ട് അവർ തീരുമാനിക്കും ആരെ അയക്കണം, ആർക്ക് കൊടുക്കണം എന്ന്. അതുമാത്രമല്ല, ഇതിനിടയിൽ വേറെ ഇതുണ്ട്. ഇതില് ഇന്റർമീഡിയറ്റ് ഇതുണ്ട്. അതായത് പൈസ മേടിച്ചിട്ട്, പഞ്ചായത്തിൽ നിന്ന് മേടിച്ചിട്ട് അതിന്റെ പകുതി കൊടുക്കുന്ന മറ്റുള്ളവർക്ക്. അതായത് ഒരാൾക്ക് കൊടുക്കാനുള്ളത് 500 റുപ്യാണ് വെച്ചാൽ 250 റുപ്യാണ് അവന്റെ കയ്യിൽ പോകണം, ബാക്കിയുള്ള 250 റുപ്യ തട്ടിയെടുക്കും. ഇങ്ങനെയുള്ള പരിപാടി. അപ്പൊ ഇതെല്ലാം പ്രോപ്പർ ഓഡിറ്റിലൂടെ പുറത്തു വരൂ, മനസ്സിലായോ? അപ്പൊ നേരെ മറിച്ച് നിങ്ങൾ എന്താ എനിക്ക് തരാനുള്ളത് പകുതി തരണം, പകുതി അന്ന് നാളെ മറിച്ച് നീ വരണ്ട, പോരെ, തീർന്നല്ലേ. അതേമാതിരി ഇവർ രാഷ്ട്രീയത്തിന്റെ കളിയാണ് ചില സമയത്ത്. ചിലർ അറിയാല, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഓരോ പാർട്ടി മീറ്റിങ്ങിനൊക്കെ ഇവരെ വിളിക്കുന്നത്. കാരണം ഇത് ഓഡിയൻസ് വേണമല്ലോ കേൾക്കാൻ. രാഷ്ട്രീയ പ്രവർത്തകർ മൈക്കിൽ പറയുമ്പോൾ കേൾക്കാൻ ആളുകൊണ്ട്. ഇല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്ക് ജോലിക്ക് വരണമെന്നോ, ഇങ്ങനെയൊക്കെയുള്ള മൽപ്രാക്ടീസും ഇതെല്ലാം പലതും നടക്കുന്നുണ്ട്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ഈ ആക്ട് നിലവിൽ വന്നത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എല്ലാ പാർട്ടിക്കാരുടെയും എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിനും ധർമ്മമാണ്. ഇത് എന്തിനാ വേണ്ടിയിട്ടാണ് വെച്ചാൽ മിനിമം ഗ്യാരണ്ടിയാണ് എംപ്ലോയ്മെന്റിന്റെ. പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അത് മറക്കരുത്. അപ്പൊ ഇതാ കറപ്ഷൻ ഈസ് അട്രിബ്യൂട്ടഡ് ടു പറയണ്ടല്ലോ സുൻവായ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഓരോരോ അത് പിന്നെ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ അനുവദിക്കുക, ഓപ്പൺ മീറ്റിംഗ് മറ്റേതൊക്കെ, പബ്ലിക് ഹിയറിംഗ് ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അറിയാലോ, ഓരോരുത്തരുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എനാക്റ്റഡ് ഇൻ 2005 ആർ യൂസ് ടു ഫൈറ്റ് ദി സീക്രസി. ഓരോരുത്തർ സീക്രട്ടായിട്ട് വയ്ക്കും പുറമെ. അതായത് ഓരോരോ കോൺട്രാക്ട് കൊടുത്തത് അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഇപ്പൊ അതൊന്നും പറ്റില്ല. ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ എല്ലാം പുറത്തു വരും. Official records obtained using RTA are read out at the public hearing to identify and rectify irregularity. This process of reviewing official records and determining whether state reported expenditures reflect the actual money spent. ഓരോരോ പ്രൊജക്റ്റ് എത്ര പൈസ ചെലവഴിച്ചു എന്ന് അറിയണമല്ലോ, ഓരോരോ കാര്യങ്ങൾ. ഒരു ക്രിമേഷൻ മറ്റേതെന്തെങ്കിലും നമ്മളൊരു ബിൽഡിങ്ങോ വേറെ എന്തെങ്കിലും നമ്മൾ സ്ഥാപിച്ചു വരിക, ഇതിന് ചിലപ്പോൾ 3 ലക്ഷം റുപ്യ വന്നിട്ടുണ്ടെങ്കിൽ അത് 30 ലക്ഷം എഴുതിയിട്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് ഓഡിറ്റിങ്ങിന്റെ ഗുണം. സോഷ്യൽ ഓഡിറ്റ്, പാർട്ടിസിപ്പേഷൻ ഓഫ് ഇൻഫോർമഡ് സിറ്റിസൺ, എല്ലാവരുടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, പ്രൊമോട്ട് കളക്റ്റീവ് ഉത്തരവാദിത്വം ആൻഡ് അവയർനെസ് അബൌട്ട് എൻടൈറ്റിൽമെന്റ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്ലസ് പബ്ലിക് ഹിയറിംഗ് ഈസ് ഈക്വൽ ടു സോഷ്യൽ ഓഡിറ്റ്. നോക്കൂ, റൈറ്റ് ടു ഇൻഫർമേഷൻ പ്ലസ് പബ്ലിക് ഹിയറിംഗ് ഈസ് ഈക്വൽ ടു സോഷ്യൽ ഓഡിറ്റ്. Implementation of the law and assessment. Academic research has focused on many dimensions of the MGNREGA, namely economic security, self-targeting, women's empowerment. അപ്പൊ ഇതൊക്കെ സ്ത്രീകളുടെ എംപവർമെന്റിന്റെ, എക്കണോമിക് എല്ലാവരും സാമ്പത്തികമായി കുറച്ചെങ്കിലും മുമ്പിൽ വരാൻ വേണ്ടിയിട്ടും, പിന്നെ അസറ്റ് ക്രിയേഷൻ, കറപ്ഷൻ, ഹൗ ദ സ്കീം ഇമ്പാക്ട്സ് അഗ്രികൾച്ചർ വേജസ്. ചിലപ്പോൾ സ്ത്രീകൾക്കൊരു ശമ്പളം, ആണുങ്ങൾക്ക് അതൊന്നും പാടില്ല, ഈക്വൽ ആയിട്ട് കൊടുക്കണം. പിന്നെ ഇൻ ദി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് സജസ്റ്റഡ് ദ MGNREGA വാസ് മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ദ റൂറൽ പീപ്പിൾ. പക്ഷേ രാജസ്ഥാനിലും മറ്റുള്ള സ്ഥലങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തൽ, അവർക്ക് ജീവിക്കാൻ അവര് പഠിച്ചു തുടങ്ങി. മറ്റുള്ളത് അങ്ങനെയല്ലല്ലോ, ഭർത്താക്കന്മാർ കൊണ്ടുവന്നാൽ മാത്രം ഭക്ഷണം നമ്മുടെ അടുക്കളയിൽ തീപ്പോകയും, പക്ഷെ ഭർത്താവ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോ അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് MGNREGA ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ വുമൻസ് എംപവർമെന്റ് പറഞ്ഞു, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, ജോലി ചെയ്തതിനും ജോലി ശമ്പളം, അതേമാതിരി ഈക്വൽ പേ, ഏത് ജോലിക്ക് ഈക്വൽ പേ, ആണിനും പെണ്ണിനും ഒക്കെ ഒരേ ഇത്. 1/3 ഓഫ് ഓൾ എംപ്ലോയ്മെന്റ് ഫോർ, അതുകൊണ്ടോ 1/3 ജോലി സ്ത്രീകൾക്കാണ്. ഇതിലത്തെ പ്രൊവിഷൻ ഈക്വൽ വേജസ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വുമൺ ആക്ട്, കറപ്ഷൻ പറഞ്ഞു, ആൻഡ് MGNREGA നോ എക്സംഷൻ അതിലുണ്ട്. അക്കോർഡിംഗ് ടു റീസെന്റ് എസ്റ്റിമേറ്റ് വേജ് കറപ്ഷൻ. എന്താ കാരണം അറിയോ? നീ നിനക്ക് കിട്ടിയതിന്റെ ഒരു 10% എനിക്കിപ്പോ തരാൻ പറ്റില്ല, എനിക്ക് ഇതുണ്ട്, നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട, തീർന്നല്ലേ പരിപാടി. അവര് വേണ്ട ഈ പറയേണ്ട ആളോട് ആരാ പറയുക? ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആരായിരിക്കും. എന്ത് ചെയ്യ പാവങ്ങള്?
ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നടക്കുന്നുണ്ടല്ലേ ഈ പത്രത്തിൽ ഇതിൽ വന്നിറങ്ങണേ, നിങ്ങളുടെ പ്രിന്റഡ് ഡോക്യുമെന്റ്സിൽ. ഇത് രാജ്യത്ത് നടപ്പിൽ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതല്ലല്ലോ, ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ അത് നടക്കുന്നുണ്ട്. കാരണം ഇതില് ചില ആളുകള് അതിന്ന് പൈസ മേടിച്ച് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് എത്ര ശതമാനം എന്താ ഇല്ല തരാൻ പറ്റില്ല, എനിക്ക് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതാണ്. നമ്മ ഒരു കാര്യം ചെയ്യുന്ന നമ്മൾക്ക് വരണ്ട, തീർന്നല്ലോ പരിപാടി. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ അതൊക്കെ വളരെ വളരെ മോശമായ കാര്യമാണ്. നമുക്കെല്ലാം ഉത്തരവാദിത്വം സൊസൈറ്റിയോടുണ്ട്. മനസ്സിലാക്കുക, എല്ലാവരും ഒരേമാതിരിയല്ല, അനവധി പ്രോബ്ലംസ് ഉള്ള പല പല ആളുകളും ഉണ്ടാവും. However, when it comes to the performance audit 2013 by the Controller and Auditor General, CNDAG, Government of India, we come across a number of limited. അപ്പൊ എന്തുണ്ട്, പലതിനും ലിമിറ്റേഷൻ ഉണ്ട്. സ്റ്റാഫില്ല, പിന്നെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം? സ്റ്റാഫില്ലാണ്ട് ആളെ അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യുക? ഇപ്പൊ നോക്കൂ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നലെ കണ്ടു, നമ്മുടെ ഫുഡ് സേഫ്റ്റി, അതായത് ഒരു ഇൻസ്പെക്ടർ ഒരു ഹോട്ടലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാള് ചുമ്മാ എന്തോ കടയിൽ ചെന്നിട്ട് കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി, അതായത് പാത്രം ചവിട്ടി തെറിപ്പിച്ചു. അവസാനം എന്താണുള്ള സ്ഥിതി അറിയോ? അയാളെ കൊണ്ട് തന്നെ അതിന്റെ പൈസ മുഴുവൻ അയാൾ ഉടമ മേടിച്ചു. ആ സമയത്ത് ഒരൊറ്റ ആളുണ്ടായിരുന്ന, ആ ഇൻഫെക്ഷൻ വന്നത് ഒരാളാണ്. കാരണം ഈ ഇൻഫെക്ഷൻ ചെയ്യാൻ ആള് വേണ്ടേ, ഈ ഓഡിറ്റ് നടത്തുന്ന ആള് വേണ്ടേ? അപ്പൊ അതിന്റെ ഡ്രോബാക്സ് ആണ് പറയുന്നത്. കണ്ടോളൂ. പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2013. The main problem identified in the audit included a fall in level. പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ ഇത് വായിക്കുന്നതിന് പറഞ്ഞില്ലേ, ആളുകളുണ്ട്. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, ഓഫ് കോഴ്സ് ഇതിൽ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ നമ്മുടെ ഓപ്പൺ ഡിസ്കഷൻ ആണ് ഇതെല്ലാം. എംപ്ലോയ്മെന്റ് കൊടുക്കും. എവിടെ നിങ്ങൾ റിക്രൂട്ട് ചെയ്താലേ എംപ്ലോയ്മെന്റ് കൊടുക്കൂ. റിക്രൂട്ട്മെന്റ് നടന്നാലേ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റൂ. റിക്രൂട്ട്മെന്റ് നടത്തണ്ടേ? ജോലി വേക്കൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ, വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുന്നില്ല, ഫില്ല് ചെയ്യണ്ടേ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടായിരിക്കും, നമുക്കിപ്പോൾ അതിനെ പറ്റി പറയാൻ പറ്റില്ല. ദ മെയിൻ അത് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ. പക്ഷേ നിങ്ങൾ റിക്രൂട്ട് ചെയ്യൂല, അപ്പുറത്ത് നിങ്ങൾ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോഴോ അവിടെയാണ് തെറ്റ്. റിക്രൂട്ട് ചെയ്യണ്ട, വേണ്ട, അതോളം ലാഭല്ലേ. പക്ഷേ അപ്പുറത്ത് നിങ്ങൾ ആളെ എടുക്കുന്നുണ്ട്, അവിടെ പ്രശ്നം. So the main problem identified in the audit included a fall in level of employment, low rates of corruption, completion of work or planned works had been completed. ഇന്നലെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, നിങ്ങൾ നോക്കിയുള്ളൂ പത്രത്തില് ഇന്നലെ, ഓഫ് കോഴ്സ് എൻ്റെ വാട്സപ്പിലല്ലാണ്ട് എൻ്റെ കസിൻ ബ്രദർ ബാബ അറ്റോമിക് റിസർച്ചിൻ്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. 23 പേജ് ഒക്കെയാണത് നമ്മുടെ ഇതിൽ വാട്സപ്പിൽ. ഇന്നലത്തെ പത്രത്തിൽ നോക്കിയുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, അതാണ് അഡ്വർടൈസ്മെന്റ്. 100% ട്രാൻസ്പെറൻസിയോടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതെനിക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഞാൻ അതിൽ പിന്നെ തിരിച്ച് എൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ, ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അതിൽ ഐ വാസ് ഹാവിങ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഐഡന്റി കാർഡ്. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ, എൻ്റെ വളരെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള റിക്രൂട്ട് ചെയ്യൂ. റിക്രൂട്ട്മെന്റ് ശരിക്കും നടക്കും ത്രൂ ഔട്ട് ഇന്ത്യ, ഇൻക്ലൂഡിങ് നമ്മുടെ അണ്ടമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എല്ലാം അതിൽപ്പെടും. അവിടെ ആസാമെന്ന് വന്ന ആൾക്കാർ, കന്യാകുമാരി വന്ന ആൾക്കാർ ആരായിക്കോട്ടെ, ആളുടെ മുഖം നോക്കില്ല, കോമ്പറ്റന്റ് ആരായോ അവർക്കൊക്കെ അവർ ജോലി കിട്ടും. പക്ഷേ ടെസ്റ്റ് ക്ലിയർ ചെയ്യണം, മനസ്സിലായില്ലേ? പിന്നെ 1 കൊല്ലം ട്രെയിനിങ് ഉണ്ട്. നോക്കൂ ഇന്നലത്തെ പത്രം, ബ്യൂട്ടിഫുൾ അഡ്വർടൈസ്മെന്റ് വിച്ച് യു കനോട്ട് സീ ഇൻ സം അതർ ഓർഗനൈസേഷൻസ് അറ്റ് ഓൾ. എൻ്റെ വാട്സപ്പിലിട്ട് ആൾറെഡി. അത് എൻ്റെ സുഹൃത്തുക്കാരൻ, ഞാൻ വർക്ക് ചെയ്തായിരുന്നു അവിടെ, എനിക്കറിയാവുന്ന. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എഴുതിയായിരുന്നു. അപ്പം ഞാനും അതിൽ അതേമാതിരി അവിടെ വർക്ക് ചെയ്ത ആളാണ്. അതായത് 700 ആളുകളിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അത് ഇത്ര റിഗ്രസ് ടെസ്റ്റിൽ അതിൽ ഫൈനലായിട്ട് ഞാൻ സെലക്ട് ആയിരുന്നു 76 1976. അപ്പോൾ ഞാൻ ഈ ഉദാഹരണം കാണിച്ചു കൊടുത്തു. ഈ ടെസ്റ്റിന്റെ 2 മണിക്കൂർ പിറത്തൽ ഇൻ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു. പിറച്ചിലുണ്ട് 2 മണിക്കൂർ, 12 ആള്, വെരി ടഫ്. അതാണ് റിക്രൂട്ട്മെന്റ്.
ആണ് നമ്മളെ പിഴിഞ്ഞെടുക്കും. എത്രത്തോളം കാരണം അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ ഈ അറ്റോമിക് റിയാക്ടറും മറ്റേ സ്പേസ് പ്രോഗ്രാംസും ഇതിന്റെ പല 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 ഈ ഹെവി വാട്ടർ പ്രോജക്ട്സ് ഇതൊക്കെ റിയാക്ടർ റിസർച്ച് ഉണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എങ്ങനെ, കഴിവില്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ? അതാണ് അതിൻ്റെ ഇത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നല്ല ഹൈലി ക്വാളിഫൈഡ് ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ വേണം. കറപ്ഷനോ ഒന്നാമത് ഇൻഫ്ലുവൻസ് ഒന്നും പറ്റില്ല ചിലതിൽ. ഇപ്പൊ ഈ പറഞ്ഞ അഡ്വർടൈസ് ആവട്ടെ ഒരു ഇൻഫ്ലുവൻസും നടക്കില്ല, ഒരു ഇൻഫ്ലുവൻസും നടക്കില്ല. ഈവൻ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ അടക്കം അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. കാരണം പ്രൈം മിനിസ്റ്ററാണ് ശരിക്കും മന്ത്രി ബിആർസിയുടെ. ഒരു ടെലിഫോൺ കോൾ പോലും അവിടെ നിന്ന് തരില്ല. അത്ര ട്രാൻസ്പെറന്റ് ആണ്. ഇത് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതേ കുറെ അനവധി വർഷം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ റെക്കമെൻഡേഷൻ ഒന്നുമില്ലല്ലോ സെൻട്രൽ ഗവൺമെന്റ്. 29 കൊല്ലത്തി ഉണ്ടായിരുന്നു ഒറ്റ നോ ബഡി. കാരണം അവർക്കറിയാം നമ്മൾ ചെയ്യില്ലെന്ന്. അതിന് കാരണം ചെയ്തത് ഞാൻ കൊടുക്കും, നമുക്ക് ചാർജ് ഷീറ്റ് വരും. അതാണ് പറയുന്നത്, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ അഡ്വർടൈസ്മെന്റ് അധികം വരുന്നില്ല. സെൻട്രൽ ഗവൺമെന്റിന് അനവധി വേക്കൻസി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് വേക്കൻസി ഉണ്ട്. പക്ഷേ they are not giving direct recruitment this thing, whereas they are taking people on contract basis, which is not desirable at all. Only advantage is that after നിങ്ങൾക്ക് എപ്പോഴാ വേണ്ട വെച്ചാൽ അവർ പിരിച്ചുവിടാം. പക്ഷേ റെഗുലർ എംപ്ലോയ്മെന്റ് അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. ഇപ്പൊ ഈ BRCയുടെ ഒരു കാര്യം ഞാൻ പറയാം, ബാബ അറ്റോമിക് സെന്റർ ഒരു കാര്യം ഞാൻ പറയാം. പ്രൊബേഷൻ പീരീഡ് 1 കൊല്ലം, ട്രെയിനിങ് 1 കൊല്ലാണ്, പ്രൊബേഷൻ പീരീഡ് 1-2 കൊല്ലാണ്. പക്ഷെ നിങ്ങൾക്ക് കൺഫേം ലെറ്റർ, പണ്ട് കൺഫർമേഷൻ ലെറ്റർ കിട്ടുന്ന വെച്ചാൽ 15 കൊല്ലം പിടിക്കും ചില സമയത്ത്. പണ്ട് എന്താ കാരണം അറിയോ? ഒരു പ്രാവശ്യം കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല ഗവൺമെന്റിൽ, സെൻട്രൽ ഗവൺമെന്റിൽ. മനസ്സിലായില്ലേ? അപ്പോ അവർ എല്ലാ പ്രോസ് ആൻഡ് കോൺസും നിങ്ങളെ നോക്കിയിട്ട് മാത്രമേ നിങ്ങളെ പെർമനന്റ് ആക്കൂ. ഇപ്പൊ വ്യത്യാസങ്ങൾ കുറച്ച് വന്നിട്ടുണ്ടായിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. വളരെ റിക്രൂട്ട്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ നമ്മുടെ അനവധി ആളുകൾ റിട്ടയർ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ വേക്കൻസി ചിലയിടത്ത് ഫില്ല് ചെയ്യുന്നില്ല. ഫില്ല് ചെയ്താൽ മാത്രമേ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. കാരണം എന്തറിയോ, വി ആർ പ്രൊഡ്യൂസിങ് ലോട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്, IITs, IIM, എഞ്ചിനീയറിംഗ് കോളേജസ് ആൻഡ് സോ മെനി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോ മെനി. മനസ്സിലായില്ലേ? ഇന്ത്യൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇങ്ങനെ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇങ്ങനെയൊക്കെ എത്രയോ റിപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ആളുകളെ ഇവിടെ കൊണ്ടിട്ട് ഫിറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിൽ ഓക്കെ. To increase public awareness, the intensification of the information, education, communication activities is recommended. To improve management of outcomes, it recommended a proper maintenance of record. ഗ്രാമപഞ്ചായത്തിലെ റെക്കോർഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. നാളെ പോയി എൻ്റെ കാണാനില്ലേ, ഇല്ലെങ്കിൽ ഒരു ഫയലിന്റെ കെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോഴേ. അല്ല അഴിമതി ഉണ്ടെങ്കിൽ ആ ഫയല് കാണാനുണ്ടാകും. അപ്പൊ അതൊക്കെ തടഞ്ഞു നിർത്തണം. അക്കൗണ്ടബിൾ ആയിരിക്കണം. റെക്കോർഡ് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ അവരെ പിടിച്ചിട്ട് ജയിലിടണം, ആരെങ്കിലും ഫയൽ എന്തെങ്കിലും പോയിട്ടുണ്ടെന്ന്. കാരണം ചിലപ്പോൾ അത് കോൺട്രാക്ടർ ആയിരിക്കും ചില സമയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഫർദർ ദ സെൻട്രൽ കൗൺസിൽ ഈസ് റെക്കമെൻഡഡ് ടു എസ്റ്റാബ്ലിഷ് എ സെൻട്രൽ എവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ എ നാഷണൽ ലെവൽ കോംപ്രഹെൻസീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് എവാലുവേഷൻ ഓഫ് ദ സ്കീം. അപ്പോ മോർ ഓവർ ഓഫ് എഫക്റ്റീവ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്മുടെ പഞ്ചായത്തിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോപ്പർ അല്ല. ആൻഡ് ദി കൺട്രോളർ ഓഡിറ്റർ ജനറൽ റെക്കമെൻഡ്. ഈ കൺട്രോളർ ഓഡിറ്റർ ജനറൽ എങ്ങനെ അറിയാം? സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാം ഇത് ഓഡിറ്റ് ചെയ്യുന്ന CNDG ആണ്. ഈ സെൻട്രൽ ഗവൺമെന്റ് എവിടെ പൈസ ഒഴിക്കുന്നു, ഇത് സെൻട്രൽ ഗവൺമെന്റ് പൈസ അല്ലേ? നമ്മുടെ മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് റൂറൽ, അതും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഷെയറാണ്. അപ്പൊ അതൊക്കെ നോക്കും, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഓൺ എ മന്ത്ലി ബേസിസ് ആൻഡ് ആൾസോ എൻഫോഴ്സിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻ ടു എൻഷുർ ട്രാൻസ്പെറൻസി ഇൻ ദ ഡിസ്പോസൽ ഓഫ് ഫണ്ട് ഫോർ കപ്പാസിറ്റി. അങ്ങനെ പോകുന്നു. അങ്ങനെ സ്റ്റാഫ്, അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫിനെ നമ്മൾ പ്രോപ്പറായി റിക്രൂട്ട് ചെയ്യണം. അതാണ് അത് പരമപ്രധാനം. പിന്നെ ലാൻഡ് ലേബേഴ്സ് ആർ ലേസി ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു വർക്ക്. ചില കാര്യങ്ങളുണ്ട്, ഈ ആളുകളെ ലാൻഡും ഇല്ല ഒന്നുമില്ലെങ്കിൽ അവര് മടിയന്മാരുണ്ട് ചില സമയത്ത് കേട്ടോ. അതേമാതിരി ദേ വാണ്ട് വിതൗട്ട്, അവർക്ക് ശമ്പളം, ജോലി, മണി വേണം, ജോലി ചെയ്യാൻ തയ്യാറുമില്ല. ഞാൻ ജോലിയില്ല, എനിക്ക് ശമ്പളം വേണം, അങ്ങനെയും ഉണ്ട് ചിലര്. നമ്മുടെ ഇവിടെ നോക്കുകൂലി, ജോലി ചെയ്യാതെ കൂലി മേടിക്കുന്നില്ലേ, അങ്ങനത്തെ ഇല്ലേ ചിലര്. അതേ പ്രകാരം ഈ ലേബേഴ്സ്, നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്, ഞാൻ പറയുന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ദ ലേബറേഴ്സ് ആർ ലേസി ആൻഡ് ദേ ഡോണ്ട് വാണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയതിൽ നിങ്ങളുടെ ബുക്കിലുള്ളതാണ്. ലേസി ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു വർക്ക്. കൃഷി എന്തിനാ ഞാനിതിനെ കൃഷി സ്ഥലത്തിലാണെങ്കിൽ എൻ്റെ കാല് നനയ്ക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുണ്ടോ അല്ലെങ്കിൽ പാൻറ്റോ എന്തിനാ നനയ്ക്കുന്നത്? അതല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് മരിച്ചിട്ട് പുറത്തെറിയും,
അതേമാതിരി എനിക്ക് കാശ് വേണം, മനസ്സിലായോ, അല്ല പക്ഷെ ജോലി ചെയ്യാൻ വയ്യ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഫാർമേഴ്സ് മേ ഹാവ് ടു സംടൈംസ് സെൽ ദിയർ ലാൻഡ് ടു ദ കോർപ്പറേറ്റ്. പിന്നെ ചില കാര്യങ്ങൾ, പിന്നെ ഒരു കാര്യം, ഈ നമ്മുടെ കൃഷി ചെയ്ത ശമ്പളം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ചില ഫാർമേഴ്സ് അത് കോർപ്പറേറ്റിന് വിൽക്കും ചില സമയത്ത്. ഇപ്പൊ നോക്കൂ, ഞാൻ ഉദാഹരണം പറയട്ടെ. പഞ്ചാബിൽ ഞാൻ കണ്ടതാണ്. നമ്മുടെ പെപ്സി, അതേമാതിരി നമ്മുടെ ലേസ്, നമ്മുടെ ഉരുളൻകിഴങ്ങ്, ഇതൊക്കെ ഇല്ലേ, അത് ഒരു കോർപ്പറേറ്റ് അവർ ഏറ്റെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇത് ഉരുളൻകിഴങ്ങ് സ്പെഷ്യൽ നീളത്തിലുള്ള കുഴനം, ഈ ലേസ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഇവര് ഒന്നാമത് ഈ ഫാർമേഴ്സിൽ നിന്ന് ലാൻഡെല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് ചീപ്പായിട്ട് കിട്ടുമല്ലോ, എന്നിട്ട് അവരുടേതായ ചില 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 വികൃതി, അതായത് കോർപ്പറേറ്റിന്റെ എന്ത് ചെയ്യാൻ വെച്ചാൽ അത് ചെയ്യാം. അങ്ങനെ ഫാർമേഴ്സിന് തുച്ഛ പൈസയിൽ ലാൻഡ് വെക്കേണ്ടി വരും. കാരണം അവർക്ക് കൃഷി ചെയ്തിട്ടും കിട്ടുന്നില്ല, ലാൻഡ് വിറ്റാലും കിട്ടുന്നില്ല. പോരാ. പിന്നെ അങ്ങനെ എക്കണോമിക്സ് ഡിസ്ക്രൈബ്ഡ്. നോക്കും, എക്കണോമിക്സ് എന്താ പറയുന്നത് അറിയോ? ഇത് ഇൻഎഫിഷ്യന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഷിഫ്റ്റിംഗ് ഇൻകം ടു ദ പുവർ, ദി ജനറൽ നോഷൻ ബീയിങ് ഇറ്റ്. അതായത് എക്കണോമിക്സ് പറഞ്ഞ MGNRA വളരെ വളരെ ഇൻഎഫിഷ്യന്റ് ഷിഫ്റ്റിംഗ് ഇൻകം ടു ദ പുവർ. അതായത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല പൈസ. നോക്കൂ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നോക്കൂ. ബീയിങ് ദാറ്റ് ഇറ്റ് ടേക്ക് 5 rupees ടു ട്രാൻസ്ഫർ 1 rupee. 1 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ 5 രൂപ ചെലവഴിക്കുന്നു ഗവൺമെന്റ്. എങ്ങനെയുണ്ട്? Economists have termed it as unsuccessful, suggesting that schemes such as the MGNRA need to be junked, saying that any scheme with the 85% leakages can't be proclaimed to the working successfully. അഴിമതിയുടെ കൂമ്പാരമാണ് ഇത്. നിങ്ങളെ വർക്കിംഗ് സക്സസ്ഫുള്ളി എങ്ങനെ നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്ന് എക്കണോമിക്സ് പറയുന്നു. പോരെ. ഇൻഎഫിഷ്യന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ ജനങ്ങൾക്ക് ജോലി, ആരൊന്നും മിണ്ടുന്നില്ല, എന്തെങ്കിലും ജോലി കിട്ടുമല്ലോ വെച്ചിട്ട്. ഇതാ MGNRA ഗ്യാരണ്ടി. പിന്നെ ഞാൻ പറഞ്ഞ 100 ദിവസം 120 ദിവസം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓഡിറ്റിന്റെ പറഞ്ഞു ഞാൻ. അങ്ങനെ ദി കേസ് ഡെമോൺസ്ട്രേറ്റഡ് കൺസിഡറബിൾ എഫേർട്സ് വർ നീഡഡ് ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി. അതും പറഞ്ഞു. ഓക്കെ. Nonetheless, MGNRA's quantitative achievement have been striking since its inception 2006 around 110. ഈ ഫിഗർ എല്ലാം മാറും കേട്ടോ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേ. ഈ ഫിഗറൊക്കെ 1200 കോടി പെർസെന്റ് ഇതൊക്കെ കണക്കുകളാണ്. ചിലപ്പോൾ മാനിപ്പുലേറ്റീവ് കണക്കുകളുണ്ടാവും കേട്ടോ. ഓൺ ആൻ ആവറേജ് ചില ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, കുറച്ച് ആൾക്ക് ഇത്ര മാത്രം. അതിന് 100-ന് 1000 ചെലവായി എന്നും പറയും. പോരെ വലിച്ച്. അത് ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇല്ലേ, 1 രൂപ ചെലവഴിക്കുന്നതിന് 5 രൂപയാ ചെലവാകുന്ന 1 രൂപ കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഓൺ ആൻ ആവറേജ് 5 crore household have been provided employment. ഇതൊക്കെ മാറും, ഫിഗർ എല്ലാം മാറും കേട്ടോ. ഇത് 2008 ഇപ്പൊ 2023. അപ്പൊ ഈ ഫിഗർ വിശ്വസിക്കാൻ പറ്റുമോ? To increase public awareness, the intensification of the information, education, communication activities recommended. To improve management of outcomes, it recommended പ്രോപ്പർ മെയിൻ്റനൻസ്. റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തിൽ വേണ്ടത്. എന്താ പറയുക, ഓരോരുത്തരുടെ വീട്, സ്ഥലം, നികുതി, ഇതൊക്കെ ഇല്ലേ, എല്ലാ റെക്കോർഡും പ്രോപ്പറായിട്ട് വേണം. സോ കപ്പാസിറ്റി ബിൽഡിംഗ്, പബ്ലിക് അവയർനെസ്, capacity building plus public awareness, effective management. It is perhaps the largest and most ambitious social security in ലോകത്തിലെ ഏറ്റവും വലുതാണ്. Soundness and high potential of the MGNRA are well. നല്ല കാര്യമാണ്, അത് പ്രോപ്പറായി നമ്മൾ നടത്തണം. ബ്ലോക്ക് 3 റോൾസ് ഓഫ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. യൂണിറ്റ് 8, 8ാമത്തെ യൂണിറ്റ്, റോൾ ഓഫ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. പുതിയൊരു മിനിസ്ട്രിയാണ് നമ്മുടേത്. അപ്പൊ ഇതിലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എൻവയോൺമെന്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എംപവർമെന്റ് ഉണ്ട്. ഇവിടെ ഒരു 100 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന് 100 സെക്രട്ടറീസുമാരുണ്ട്. പക്ഷേ വല്ല പ്രയോജനമുണ്ടോ എന്ന് അറിയില്ല. കാരണം എന്താന്ന്, ചിലപ്പോ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ പോകണം. ഒരു കുട്ടിയുടെ ഇവിടെ അനുഭവിച്ചാണ് കണ്ടതാണ്. അവിടുന്ന് അങ്ങോട്ട് അല്ല ഈ ഡിപ്പാർട്ട്മെന്റാണ്, അല്ല ലോ ഡിപ്പാർട്ട്മെന്റാണ്, അല്ല സോഷ്യൽ ജസ്റ്റിസ് ആണ്, അല്ല സോഷ്യൽ സെക്യൂരിറ്റി ആണ്, അല്ല ചിൽഡ്രൻ ഇതാണത്. അങ്ങനെ അങ്ങനെ തട്ടിക്കളിക്കുന്ന ഏർപ്പാടും ഉണ്ട്. ഇപ്പോ എംപവർമെന്റ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞതിൽ പിന്നെയും ഒരു ഡിപ്പാർട്ട്മെന്റ്, അത് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അതിൽ കുട്ടി കൂടെ ഒറ്റ ഡിപ്പാർട്ട്മെന്റാണ് ഇതേക്കൂട്ടെ. ഇതിനൊക്കെ ഓരോ സെക്രട്ടറി വേണേ ഈ ഡിപ്പാർട്ട്മെന്റിന്.
ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓരോ സെക്രട്ടറി വേണം. അത് കഴിഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറി, അത് കഴിഞ്ഞാൽ ഓരോ അഡീഷണൽ സെക്രട്ടറീസ് ഉണ്ട്, ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പോണു കഥ. അപ്പൊ ഇതൊക്കെ ടാക്സ് പേയുടെ കാശുമാണ്, അതുകൊണ്ട് ഓർക്കുക. ഇൻട്രൊഡക്ഷൻ. എ സൗണ്ട് സോഷ്യൽ പോളിസി കൺഫ്രോൺസ് inequality and unfairness faced by the marginalized and vulnerable population. It also works to advance social justice. സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്നും നോക്കുക, ഒന്ന് കണ്ണും ചീപ്പിയിട്ട് ത്രൂ ഔട്ട് ഇന്ത്യ നോക്കുക. ചില സമയത്ത് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. When it comes to social justice, it is about equitable treatment. In fact, social justice is about fairly distributing the resources to the largest audience so that they feel part and parcel of the larger community. The target audience in this unit refers to the scheduled caste, backward classes, senior citizens, victims of alcohol and substance abuse, drug, beggary, transgender, denotified tribes, nomadic പറഞ്ഞ നമ്മുടെ എന്താ പറയാ നാടോടികൾ, സെമി നോമഡിക്, അങ്ങനെ എക്കണോമിക്കലി ഇത് ബാക്ക്വേർഡ് ക്ലാസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അതുകൊണ്ട്. എവല്യൂഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഒരു പുതിയ മിനിസ്ട്രിയാണത്. ഡ്യൂറിങ് ദ പ്രീ ഇൻഡിപെൻഡൻസ് ഫേസ് ഇന്ത്യ വാസ് നോട്ട് എ വെൽഫെയർ സ്റ്റേറ്റ്. ആദ്യമൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ ഒക്കെ പെടുത്തുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. സ്റ്റേറ്റ് ആസ് ദർ വാസ് നോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഒന്നും ഉണ്ടായിരുന്നില്ല ഈക്വൽ ഓപ്പർച്യൂണിറ്റി. പെണ്ണുങ്ങൾക്കൊരു സാലറി, ആണുങ്ങൾക്ക് വേറൊരു സാലറി, ജോലി ഇല്ല, ഉണ്ട്, ഒരു ഫാക്ടറി ഇല്ല, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പോവർട്ടി എല്ലാം വേണ്ടത്ര, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ മേഡ് സെൽഫ് ഡിക്ലറേഷൻ ദാറ്റ് ഇറ്റ് വുഡ് പ്രൊട്ടക്ട് ആൻഡ് അഡ്വാൻസ് പബ്ലിക് ഇൻട്രസ്റ്റ്. അങ്ങനെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു, പഞ്ചവത്സര പദ്ധതി വന്നു. ഓരോരോ പഞ്ചവത്സര പദ്ധതിയിൽ ഓരോന്നിനും പ്രാധാന്യം കൊടുത്തു. സോഷ്യൽ ജസ്റ്റിസ്, എവഞ്ച്വലി ദർ ബീങ്, അതേമാതിരി ഗരീബി ഹട്ടാവോ, അത് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, അങ്ങനെ കൺസിഡറബിൾ എഫേർട്സ് ടേക്കൺ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ടുവേർഡ്. എല്ലാ മന്ത്രി ആര് പ്രധാനമന്ത്രിയായാലും ശരി, എല്ലാവരും അത് നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രയത്നിച്ചു. ടുവേർഡ് ബിൽഡിംഗ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് മറക്കരുതേ, ഇവിടെ പരമപ്രധാനമായ കാര്യങ്ങളാണത്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ നല്ല നല്ല പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാബ അറ്റോമിക് സെന്റർ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്റർ, അങ്ങനെ പോകുന്നു. വളരെ മഹത്തായ IITs, IIMs, അങ്ങനെ പോകുന്നു. ഓരോന്ന് എത്രയോ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. എത്രയോ പബ്ലിക് സെക്ടറിന് 10, 200, 310 പബ്ലിക് സെക്ടറിന്റെ ഡെഡിക്കേറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നുണ്ടായതല്ല ഇന്ത്യ, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പേ ഉണ്ടതല്ല ഇന്ത്യ. ഇന്ത്യ എന്നുള്ളതാ. അപ്പൊ സിവിലൈസേഷൻ 3000, 5000 കിലോ പഴക്കമുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ. അപ്പൊ പുരോഗമനം എന്നോ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, ബക്കറാണെങ്കിൽ അണക്കെട്ട് എന്നാ ഉള്ളത്, ചണ്ഡീഗഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്? ചണ്ഡീഗഡ് സിറ്റി ഏതെങ്കിലും അതിന് കോമ്പറ്റ് ചെയ്യുക ഏതെങ്കിലും സിറ്റി ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഞാൻ അവിടെ താമസിച്ചാണ് 10-21 കൊല്ലം. ചണ്ഡീഗഡിന്റെ പ്ലാന്റ് സിറ്റി, ലീ കോർബൂസർ, അയാളുടെ പ്ലാന്റ് സിറ്റി, ഒരു സിറ്റി അതേമാതിരി ഇന്ത്യയിൽ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പോ പല കാര്യങ്ങൾ. ബക്രാണെങ്കിൽ ഹയസ്റ്റ് ഡാം, ലോങ്ങസ്റ്റ് ഹിരാക്കോട്ട് ഡാം, മഹാനദിയിലെ ഇതേമാതിരിയൊക്കെ. അപ്പൊ ഓർക്കണം, ഇതൊക്കെ നിലവിലുണ്ട് ഇന്ത്യയില്. അല്ലാണ്ട് നമ്മൾ സുപ്രാതിൽ ഒന്നും ചെയ്തില്ല, പണ്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. എത്രയോ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. നമ്മുടെ എത്ര നോബൽ പ്രൈസ് വിന്നേഴ്സ് എല്ലാം നമ്മുടെ റിനൗണ്ട് സയന്റിസ്റ്റ് എല്ലാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെയാണ് പ്രൊഡക്ട്സ് ആണ് പലരും. അപ്പൊ ഇത് മറക്കരുത്. നമ്മൾ IIT ലോകോത്തര ഇതാണ്. നമ്മുടെ IIT മദ്രാസ് ആയിക്കോട്ടെ, IIT ബോംബെ ആയിക്കോട്ടെ, കാൺപൂർ ആയിക്കോട്ടെ, കാരക്പൂർ ആയിക്കോട്ടെ, ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതൊക്കെ. എന്നോ നിലവിൽ വന്നാണ്, അത് മറക്കരുത്. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നമ്മുടെ വിക്രം സാരാഭായ്, ഹു ഈസ് ദ ഫാദർ ഓഫ്, ഇവരൊക്കെ എന്ന് തുടങ്ങിയാണ് അതൊക്കെ. HN സേതന, ഹോമി ബാബ, ഇതേമാതിരിയുള്ള, മറക്കരുതേ ഇതൊക്കെ. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഓരോരോ സ്ഥാപനങ്ങളും നിലവിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ ഗവൺമെന്റും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതില് ഒരു ക്രെഡിറ്റും ഒരാൾക്ക് എടുക്കാനില്ല. നമ്മൾ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു റോഡ് പണിതാലും ശരി, എന്ത് പണിതാലും ശരി, അത് ജനങ്ങൾക്കാണ് ട്രാവൽ ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പൊ അതില് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും എടുക്കണ്ട. കാരണം അതെല്ലാം നമ്മുടെ ഒരു പട്ടാളം ഒന്ന് ആലോചിച്ച് നോക്കും.
അതിൽ മോഡേണൈസ് ചെയ്തു. നമ്മുടെ പട്ടാളാണ്, നമ്മുടെ ആളുകളാണ്. അവര് ലോകോത്തര ഇതാണ്, ജവാൻസ് ആണ് അവര് ട്രെയിനിങ്, വളരെ റിഗറസ് ട്രെയിനിങ് ആണ് അവർക്ക്. മാത്രമല്ല നമ്മുടെ ഹൈയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ് നമ്മുടെ ലോകത്തിലെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ക്ലൈമറ്റ് കണ്ടീഷനിൽ പഠിപ്പിക്കേണ്ട, ഇതൊക്കെ പഠിച്ചിട്ട് അതിനുള്ള ഇതൊക്കെ വേണ്ടേ, പൈസ ചെലവാക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ വളരെ വളരെ നല്ല സക്സസ്ഫുൾ പ്രോഗ്രാംസ് ആണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതിപ്പോൾ ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, പാരാമിലിറ്ററി ഫോഴ്സ്, ദി ആർ ഓൾ കോൺട്രിബ്യൂഷൻ ഫോർ ദി ഗ്രോത്ത് ഓഫ് ദ നേഷൻ. യുനോ, അവരുടെ പെട്രോട്ടിസം അൺക്വസ്റ്റ്യനബിൾ. സോ ഡ്യൂറിങ് 85-86 മിനിസ്ട്രി ഓഫ് വെൽഫെയർ വാസ് ബൈഫർക്കേറ്റഡ്. ഓരോരോ ഇത് പ്രശ്നം എന്താ ഇത്, ഓരോരോ മിനിസ്ട്രി വരുമ്പോൾ ഓരോന്നും ബൈഫർക്കേറ്റ് ചെയ്യും. ഈ ഡിപ്പാർട്ട്മെന്റ് അതിൽ കൊണ്ടിടും, ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു പ്ലാനിംഗ് കമ്മീഷൻ നിങ്ങൾ പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ അത് കൊണ്ടിട്ടു, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ചിലപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വേറെ ഒന്നിൽ കൊണ്ടിട്ടു, പിന്നെ വേറെ ഇതേ മാതിരിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയുണ്ട്. ഇതുണ്ട് വെൽഫെയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. കറന്റ് ഞാൻ അതിനെ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് കാര്യം ഏതിൽ കൊണ്ടിട്ടിടണം ചില സമയത്ത് ഒന്നും അറിയില്ല. കൺകറന്റ്ലി ഓരോരോ മന്ത്രിസഭ വരുന്ന സമയത്തും അത് അങ്ങോട്ട് കൂട്ടിച്ചേർക്കും. കറന്റ്ലി ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിവിഷൻ, ട്രൈബൽ ഡെവലപ്മെന്റ് ഡിവിഷൻ, മൈനോറിറ്റി വെൽഫെയർ ഡിവിഷൻ, ബാക്ക്വേർഡ് കാസ്റ്റ് വെൽഫെയർ ഡിവിഷൻ, മുസ്ലിംസിന്റെ അതായത് ഡിവിഷൻ, അങ്ങനെ 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 പലതും പോരെ ഓരോരുത്തർക്കും. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് പോളിസി, DPSP ഇസ് ദ ഫണ്ടം, അതായത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ് ഭരണഘടന പ്രകാരം. DPSP ഇസ് എ ഫണ്ടമെന്റൽ. കുറച്ച് സ്പീഡിൽ പോകുന്നത് തെറ്റിദ്ധരിക്കരുത്, രണ്ടെണ്ണം കവർ ചെയ്യണം, 1 മണിക്കൂറിനുള്ളിലാണത്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക, കാരണം ഇതൊക്കെ വാല്യൂ അഡീഷൻ മാത്രമേ കരുതാൻ പറ്റൂ, കാരണം ഇത് ഫേസ് ടു ഫേസ് അല്ല. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ പോയാലും തെറ്റിദ്ധരിക്കരുത്, കാരണം എന്താ വെച്ചാൽ നിവൃത്തിയിൽ 1 മണിക്കൂറിനുള്ള 2 ചാപ്റ്ററാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ലിമിറ്റഡ് ആണ്. ഇതെല്ലാം അവിടെ HOന്റെ നോംസ് പ്രകാരമാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. DPSP എല്ലാവരും വായിക്കുക, നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുക. സോ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ആൾ. ഇത് വളരെ വളരെ കുറച്ച് ഈസി ആയിട്ടുള്ളതാണ്. ചിലതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷേ ഇത് കുറച്ച് ഈസിയാണ്, വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ DPSP is a fundamental to the governance of our country. The morals identified it are to be kept in view while formulating policies. They are guidelines. അതങ്ങനെ these ideals are deeply ingrained into our constitution, put forth the code of conduct, Ministry of Social Justice എന്ന് വെച്ചാൽ എംപവർമെന്റ്, സ്ത്രീകൾക്ക് മറ്റേത് സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കുക. നോക്കൂ, SC ST OBCക്കൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ജസ്റ്റിസ് കൊടുക്കുക. സ്ത്രീകൾക്ക് സെക്ച്വൽ ഹരാസ്മെന്റ്, അതേമാതിരി കൊച്ചു കുട്ടികളുടെ, അതേമാതിരി ബോണ്ടർ ലേബേഴ്സ്, ഇവർക്കൊക്കെ പൊതുവെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ട പണിയാണ് ഇവർക്ക്, മനസ്സിലായോ? സോ ടു ഇല്ലസ്ട്രേറ്റ് ദ മിനിസ്ട്രി ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് സ്ട്രോങ് വെൽഫെയർ കമ്മിറ്റി. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻ പ്രൊവൈഡ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സേഫ് ആൻഡ് ഡിഗ്നിഫൈഡ്. എന്നതിൻ്റെ അർത്ഥം എല്ലാവരുടെ ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് അഷ്യൂർ ചെയ്യുക. സോ സീനിയർ, അതേമാതിരി പിന്നൊരു കാര്യം, നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യേണ്ട, പക്ഷേ സീനിയർ സിറ്റിസനെ ആളുകളെ കൊണ്ട് വലിച്ചെറിയുന്നുണ്ടല്ലേ. നമ്മുടെ ഇപ്പം അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, വൃദ്ധസാധനത്തിൽ തള്ളിവിടുക, അതൊന്നും പാടില്ല. അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കണം സീനിയർ സിറ്റിസൺ പറഞ്ഞാൽ 60 വയസ്സോ 65 വയസ്സോ എന്തെങ്കിലും ആയാൽ അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. 70, 80, 90 വയസ്സ് വരെയൊക്കെയാണ് ഓരോരുത്തർ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? ഇന്ന് ഒരാൾ കണ്ടു, നമ്മുടെ ജെമിനി സർക്കസിന്റെ ആള്, എത്രയോ 99 years ആണ്, പക്ഷെ മരിക്കുന്ന ഒരാൾ വളരെ ആക്റ്റീവാണ്. അപ്പൊ വിക്ടിം, അപ്പൊ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. പിന്നെ വേറൊരു പ്രധാനം, ആൽക്കഹോളിസം ചില സമയത്ത് വിക്ടിംസ് ഉണ്ട്. അവര് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. അവര് നല്ല വഴിക്ക് കൊണ്ടുവരും. ആരെങ്കിലും ആൽക്കഹോൾ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവര് നല്ല വഴിക്ക് വരുമല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫിലിം ആക്ടർ പണ്ട് സഞ്ജയ് ദത്ത്, പണ്ട് അയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ പിന്നീട് ഇപ്പൊ നല്ല യാതൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ അതൊന്ന് മുക്തി നേടണം, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ആൽക്കഹോളെ പറഞ്ഞാൽ ജീവിത അവസാനം വരെ ആൽക്കഹോൾ കുടിച്ചിട്ടൊന്നും ഇരിക്കില്ല. അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസമാണ് വേണ്ടാന്ന് വെച്ചാണ് വേണ്ട. സ്മോക്കിംഗ് ഒരു ദിവസമാണ് തീരുമാനിച്ചാൽ വേണ്ട. അതന്നെ. ആൻഡ് സബ്സ്റ്റാൻസ് അബ്യൂസ്, ബെഗറി, നമ്മള് അത് യാചിക്കല്, ട്രാൻസ്ജെൻഡർ, ഇവർക്കൊക്കെ ജീവിക്കാൻ, ഒരു ബെഗറാണ് ശരി, അവർക്കൊക്കെ ജീവിക്കാൻ അവകാശമുണ്ട്. ട്രാൻസ്ജെൻഡർ പറഞ്ഞാൽ ജന്മന അവർ വരുത്തി കൂട്ടിയതല്ലല്ലോ, അത് ഓരോരുത്തരുടെ ഇതാണ്. ഡീനോട്ടിഫൈഡ് ട്രൈബ്, അതൊക്കെ എല്ലാം ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഓക്കെ. ഇൻ ലൈൻ വിത്ത് ദ DPSP, the following articles are to be kept in mind while performing policies for the target group. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 38, അതായത്
ആർട്ടിക്കിൾ 38 സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ. നമ്മുടെ 38ാമത്തെ ആർട്ടിക്കിൾ ഭരണഘടനയുടെ എല്ലാ ജനങ്ങൾക്ക് എല്ലാവർക്കും വെൽഫെയർ അഷ്വർ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്. എവിടെ പോയാലും ജോലി ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഇന്ത്യൻ ടെറിട്ടറി എവിടെയായാലും അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ എവിടെ പോയി പഠിക്കാൻ, അല്ലാണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് കേരളക്കാരാണ് നീ നമുക്ക് അഡ്മിഷൻ തരില്ലെന്ന് പറഞ്ഞു ജയിലിൽ പോണ്ടി വരും, അവിടെ പോയിട്ട് കോടതി പോണ്ടി വരും. എല്ലായിടത്തും പോയിട്ട് എഡ്യൂക്കേഷൻ നമുക്ക് ചെയ്യാൻ അവകാശമുണ്ട്. അതിന് പബ്ലിക് അസിസ്റ്റൻസ് എവിടെ പോയി ജോലി ചെയ്യാൻ. സപ്പോസ് ഒരാൾ പറയാണ് നമ്മള് രാജസ്ഥാനിൽ പോയിട്ട് പറയാം ഈ കേരളക്കാരൻ നീ നമുക്കൊന്നും ഇവിടെ ജോലിയില്ലെന്ന്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇന്ത്യയില് ഇപ്പൊ 142 എന്താ പറഞ്ഞിട്ട് കോടി, നമുക്കറിയില്ല ആക്യുറേറ്റ്. ഈ ജനങ്ങൾക്ക് എവിടെ പോയാലും ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, എവിടെ പോയി പഠിക്കാനും അവകാശമുണ്ട്. അല്ലാണ്ട് ഇവനെ ആ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യില്ല, ഇവനെ ഈ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യില്ല, കോളേജിൽ നീ വരരുത്, നീ അവിടുത്തെ നോ നോ നോ. ജോലി അതേ പ്രകാരം. നിങ്ങൾ നോക്കിയോക്കൂ, ഇപ്പൊ ഒരു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും നോക്കൂ, എല്ലാവർക്കും ഈക്വൽ റേറ്റ് ആണ് കൊടുക്കുന്നത്, എല്ലാവർക്കും. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. ഷെഡ്യൂൾ കാസ്റ്റ് പറയണ്ടല്ലോ. SC STക്കൊക്കെ പരീക്ഷയ്ക്കൊക്കെ എഴുതിക്കുന്ന സമയത്ത് അവർക്ക് ഫീസ് വേവ് ചെയ്യുന്നുണ്ട്. അവരുടെ വെൽഫെയറിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൊമോഷണൽ റിസർവേഷൻ ഉണ്ട് അവർക്ക് അസോസിയേഷൻസ് ഉണ്ട്. അതിന്റെ പ്രത്യേകം അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ SC ST കമ്മീഷണർ ഉണ്ട്. ജഡ്ജ് സെമി ജുഡീഷ്യൽ പവറാണ് കംപ്ലീറ്റ്. മനസ്സിലായില്ലേ? ടു പ്രൊട്ടക്ട് ആൻഡ് എംപ്ലോയ് പബ്ലിക് ഹെൽത്ത്. The primary duty of the state is to increase the nutritional level and the standard of living of. പൊതുവെ ഇവരുടെ എല്ലാം സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. എക്സെപ്റ്റ് ഓൺ മെഡിക്കൽ ഗ്രൗണ്ട് ദ സ്റ്റേറ്റ് ഷാൽ പ്രൊഹിബിറ്റ് ഹിസ് പീപ്പിൾ ഫ്രം കൺസ്യൂമിങ്. ചില സമയത്ത് ചില ആൾക്കാർ ചിലതൊക്കെ നമ്മൾ കുടിക്കേണ്ടി വരുമ്പോൾ ചില സമയത്ത് അത് മെഡിക്കൽ ഇത് ഗ്രൗണ്ടിൽ മാത്രമേ പറ്റൂ. മനസ്സിലായില്ലേ? മെഡിക്കൽ ഇതിലെ ഇൻടോക്സിക്കേറ്റ് ചില സമയത്ത് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ഡ്രഗ്സ്. അത് ചിലത് ഹാനികരമായ, പക്ഷെ അത് ഡോക്ടറുടെ ചിലപ്പോൾ ചില സൂക്കറിനത് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഈ ടാക്സ് DPSP കഴിഞ്ഞു. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ മിനിറ്റ്. ഓക്കെ. നൗ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എവിടെ സോഷ്യൽ ജസ്റ്റിസ് അല്ലേ? ഷെഡ്യൂൾ കാസ്റ്റ് ആയോ? ഓക്കെ. നൗ സോഷ്യൽ ജസ്റ്റിസ് അതിലെ സ്റ്റേറ്റഡ് ഇത് ഓക്കെ. മിനിസ്ട്രി അക്കോർഡിംഗ് ടു ഇത് ഓരോരോ വൾണറബിൾ ഡിസ്ട്രിക്ട് എവിടെയാണ് അവരുടെ SC ST ഇതെല്ലാം കണ്ട് അവർക്ക് സഹായം കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഇറാഡിക്കേറ്റ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതൊക്കെയാണത്. പിന്നെ വിൽ ബി ടേക്കൻ കെയർ ഓഫ് കൺസേൺ ഓരോരോ മിനിസ്ട്രി അതിന് വേണ്ടിയിട്ട് യൂണിയൻ ടെറിട്ടറി എവിടെയാണെന്ന് വെച്ചാൽ അവരവരുടേതായ ഇത് പല വിധത്തിലുള്ള പല ട്രൈബ്സിൻ്റെ ഇതിൻ്റെയൊക്കെ സീനിയർ സിറ്റിസൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ദ ഡിപ്പാർട്ട്മെന്റ് ദ ഫോളോയിങ് അസോസിയേറ്റ് കമ്മീഷൻ്റെ പല കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ, ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കമ്മീഷൻ, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ബ്ലൈൻഡിന് ഇതിനൊക്കെ ഉണ്ട്. കോർപ്പറേഷൻസ് ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫൗണ്ടേഷൻസ് ഉണ്ട് ചിലത്. Besides, the department has two divisions: scheduled caste welfare division, OBC division, defense division, plan division. ഓരോരോ ഡിവിഷൻ ഉണ്ട്. ഇവർക്കൊക്കെ സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്, വെൽഫെയറിന് വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത് ഷെഡ്യൂൾ കാസ്റ്റ് വെൽഫെയർ ഡിവിഷൻ എന്താ വരുന്നു? അവരുടെ എഡ്യൂക്കേഷണൽ എംപവർമെന്റ്, എക്കണോമിക് എംപവർമെന്റ്, കമ്മ്യൂണിറ്റി എംപവർമെന്റ്, സോഷ്യൽ എംപവർമെന്റ്, അവർക്ക് ശക്തി കൊടുക്കുക. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും കമ്മ്യൂണിറ്റി പരമായും സോഷ്യലായിട്ടും അവരെ അകറ്റി നിർത്തരുത്. വെൽഫെയർ ഓഫ് ദ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് അവരുടെയും നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ അവർ തള്ളിവിടരുത്. അവർക്കും അതേ എല്ലാം ജീവിക്കാനുള്ള എല്ലാം മനുഷ്യരല്ലേ. അവർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പൈസ സാമ്പത്തികമായി ബാക്ക്വേർഡ് എന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവരുടെ നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് ഫൈനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, ഒക്കെ അവരുടെ കാര്യങ്ങൾ നോക്കാനാണ് ഈ ബാക്ക്വേർഡ് ക്ലാസ്സിന്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അതുണ്ട്. ഡിവിഷൻ ലുക്സ് ഇൻടു മാറ്റേഴ്സ് ഓഫ്, അങ്ങനെ പല 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 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. NFDCC is the government of India public undertaking that has two prolonged objectives: one, skill development; two, self-employment ventures. ഒന്ന് എഡ്യൂക്കേഷണൽ എംപവർമെന്റ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സോഷ്യൽ ഡിഫൻസ്, സീനിയർ സിറ്റിസൺ. നോക്കൂ, നമ്മുടെ അതേമാതിരി പട്ടാളത്തിൽ നിന്ന് വന്ന ചില റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എക്സ് സർവീസ്മെൻ കോർപ്പറേഷൻ ഒക്കെ ഉണ്ട്. മനസ്സിലായോ? ഈ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പറഞ്ഞാൽ വയസ്സായിട്ടല്ലോ റിട്ടയർ ചെയ്യണം. ചില സമയത്ത് 15 കൊല്ലം കഴിഞ്ഞിട്ട്, 10 കൊല്ലം കഴിഞ്ഞിട്ട്
അതിന്റെ അർത്ഥം അവരുടെ ജീവിതം മുഴുവനായോ? 10 കൊല്ലം പറഞ്ഞാൽ 20 കൊല്ലം വയസ്സിൽ ജോയിൻ ചെയ്താൽ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് 35 വയസ്സല്ലേ ആവൂ. അവർക്ക് എത്ര വയസ്സ് ബാക്കിയുണ്ട്? അപ്പൊ അവരുടെയൊക്കെ ഇതേമാതിരി ഓരോരോ സീനിയർ സിറ്റിസൺ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ എത്രയോ 60 വയസ്സ് റിട്ടയർ ചെയ്ത് ബാക്കി ഇനിയും കിടക്കില്ല 10-30 കൊല്ലം. വിക്ടിംസ് ആൽക്കോളിസം പറഞ്ഞു, ട്രാൻസ്ജെൻഡർ പറഞ്ഞു, ബെഗറി പറഞ്ഞു, പ്ലാൻ ഡിവിഷൻ അതിന്റെ ഓരോന്നിന്റെ പ്ലാനിങ് ഓരോരോ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോപ്പർ ആയിരിക്കണം. കാരണം ഈ ഓരോരോ സ്റ്റേറ്റ് കൊടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അതാണ് നാളെ ഇവര് ചോദിച്ചത്, നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് ചോദിച്ചത്, കോൺഗ്രസ് പാർട്ടി. അതായത് നമ്മുടെ ഈ ഒബിസിയുടെ ഒക്കെ റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണം. എന്താ കാരണം അറിയാം? അവർക്കുള്ള ആനുകൂല്യം കൊടുക്കാൻ അവരുടെ എത്രയാണെന്ന് അറിയണ്ടേ ഓരോ സ്റ്റേറ്റിലെ. ഒരു കാര്യം, ഒരു സ്റ്റേറ്റിലത്തെ ഒബിസി അല്ല മറ്റേ സ്റ്റേറ്റില്, ഒരു SC അല്ല മറ്റേ സ്റ്റേറ്റില്. അപ്പൊ ഓരോരോ സ്റ്റേറ്റിലും ഏതാണ് എക്കണോമിക്കലി ബാക്ക്വേർഡ്, സ്റ്റേറ്റ് കാസ്റ്റ് എത്രയാ, അതിന്റെ സെൻസസ് എടുക്കണം, എന്നാലല്ലേ അവർക്ക് ആനുകൂല്യം കിട്ടൂ. അതാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടു റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് ഡു ദാറ്റ് ആൻഡ് സോ ദാറ്റ് എവരിബഡി വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് പറയുന്ന ഉദ്ദേശം കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് പിന്നെ കാലുകൊണ്ട് വയ്യാത്തവർ, കൈ കൊണ്ട് വയ്യാത്തവർ, കണ്ണുകൊണ്ട് വയ്യാത്തവർ, ചെവി കേൾക്കാത്തവർക്ക്, കണ്ണ് കാണാത്തവർക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അതേമാതിരി പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, പ്രൊട്ടക്ഷൻ, ഡിസബിലിറ്റി, വാല്യൂ, സൊസൈറ്റി, അവരെ സൊസൈറ്റിയുടെ ഒരു പാർട്ടാക്കുക. പിന്നെ അവര് ജീവിതത്തിൽ അവരുടെ ഡിഗ്നിറ്റി, ഈക്വാലിറ്റി, പിന്നെ ബാരിയർ ഫ്രീ എൻവയോൺമെന്റ്, പിന്നെ ഏർലി ഐഡന്റിഫിക്കേഷൻ സെന്റർ, റീഹാബിലിറ്റേഷൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് മറ്റേ ഇത്. അതേമാതിരി സ്പോർട്സ്, അവരുടെ റീക്രിയേഷൻ സ്പോർട്സിലെ നമുക്ക് കാണാനോ. ഇപ്പൊ കണ്ടു ഇന്നലെ ഡൽഹിയിൽ സത്യാഗ്രഹം ചെയ്യുന്നത്. അതൊന്നും വളരെ 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 അപകടകരമായതും മോശമായിട്ടും രാഷ്ട്രത്തിന്റെ എന്താ പറയണ്ടേ, പാവം അവരുടെ എൻക്വയറി ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അവരൊക്കെ നമ്മുടെ ഗോൾഡ് മെഡലും മറ്റേ സിൽവർ മെഡലൊക്കെ മേടിച്ച ആളുകളാണ്. അപ്പൊ അവരുടെ റിക്രിയേഷൻസും അവരുടെ വെൽഫെയറും ഒക്കെ നോക്കണം. റീഹാബിലിറ്റേഷൻ ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേമാതിരി സ്കീംസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പല സ്കീമുണ്ട്. ദീനദയാൽ ഉപാധ്യായയുടെ ചിലതുണ്ട്, ബാക്ക്വേർഡ് ക്ലാസിന്റെ ഇതൊക്കെയാണ്. ഡിസേബിൾഡ് പേഴ്സൺസിന്റെ ഉണ്ട് ചിലത്. അവർക്ക് ഹിയറിംഗ് എയ്ഡ്സ്, കണ്ണിന്റെ ഇതിന്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ മോട്ടോറൈസ് ട്രൈസൈക്കിൾ, വയ്യാത്തവർക്ക് നടക്കാൻ. ദി പർപ്പസ് ഇസ് നോട്ട് ജസ്റ്റ് ടു റിഡ്യൂസ് ദി എഫക്ട്സ് ഓഫ് ഡിസബിലിറ്റി ബട്ട് ഓൾസോ ടു ബൂസ്റ്റ് ദെയർ മോറൽ ദാറ്റ് കംസ് ആസ് എ നോട്ട് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷനിങ്. ഇതിന്റെ എന്താ അർത്ഥം അറിയോ? അവർക്ക് വീക്ക്നെസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നരുത്. അവരും ബൂസ്റ്റ് ചെയ്യുക, മോറൽ ബൂസ്റ്റ് ചെയ്യുക. യെസ് യു ക്യാൻ ഓൾസോ ഡു സംതിങ്, യെസ് യു ഡു ഇറ്റ്. അങ്ങനെ ഇരുന്നിട്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് എത്ര ആളുണ്ടല്ലോ. അങ്ങനെ ഓരോരോ പല പ്രോഗ്രാം ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ദീനദയാൽ ഉപാധ്യായ, ഡിസേബിലിറ്റി റിഹാബിലേഷൻസ്, അസിസ്റ്റന്റ് ഡിസേബിൾ, എത്രയോ അസിസ്റ്റൻസ് ഉണ്ട് ഇവർക്ക്, റിസർവേഷൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ലാസ്റ്റ് 6 years 1943 ആണ് കേട്ടോ. മോട്ടോറൈസ്ഡ് നമ്മുടെ ആളുകൾക്ക് പോകാൻ നടന്നു സൈക്കിള്. അതേമാതിരി പർപ്പസ് ഇസ് നോട്ട് ജസ്റ്റ് റിഡ്യൂസ് ദ എഫക്ട്സ് ഓഫ് ദ ഡിസബിലിറ്റി ബട്ട് ഓൾസോ ടു ബൂസ്റ്റ്, അവരുടെ മോറൽ ബൂസ്റ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. യെസ് യു ക്യാൻ ഓൾസോ ഡു സംതിങ് എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഇനി ഔട്ട്കം ഓഫ് ഇൻഡിപെൻഡന്റ് ഫങ്ഷനിങ്. ഇനി കൺക്ലൂഷൻ ഇവിടെ പറയുന്നത്, മോഡേൺ ഗവൺമെന്റ്സ് വിത്ത് എ സോളിഡ് ഫൗണ്ടേഷൻ ഫോർ വെൽഫെയർ. എല്ലാ ഗവൺമെന്റും അത് നമ്മുടെ വളരെ നല്ല വെൽഫെയർ സ്കീംസ് പലതും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ഡ്യൂറബിൾ ആയിരിക്കണം, നല്ലതായിരിക്കണം, എല്ലാ ജനങ്ങൾക്കും അത് കിട്ടണം ബെനിഫിറ്റ്. അതാണ് പറയുന്നത്. ഓഫ് ദ അൺഡിസേർവ്ഡ് കമ്മ്യൂണിറ്റിയുടെ ചിലവരെ, അണ്ടർസർവ്ഡ് ചിലവർക്ക് ഇപ്പോഴും സഹായങ്ങൾ എത്താത്ത കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവർക്കും എത്തിച്ചു കൊടുക്കുക. കാരണം ഇപ്പൊ ഞാൻ പറയാം, ചില കാട്ടിന്ന് ചിലർ പുറത്തു വരാത്തവരുണ്ട്. നിലമ്പൂര് ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് തന്നെ കണ്ടു, അട്ടപ്പാടിയിലെ ഒരു വൃദ്ധനെ ആന ചവിട്ടി കൊന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ളത് നമ്മൾ കണ്ട് ആളുകൾ പുറത്തു വന്നുള്ള അവർക്കൊക്കെ പല സഹായങ്ങൾ ചെയ്ത് പ്രൊട്ടക്ടിങ്, അഡ്വാൻസിങ് സോഷ്യൽ ജസ്റ്റിസ് അവർക്ക് കൊടുത്ത് ഓഡിയൻസ് വുഡ് സേ. അതേമാതിരി സെക്യൂർ ആയിട്ട് when we talk about the equitable treatment is remind the society that all are equal and no member should be treated favorably and unfavorably. In India, several social welfare provisions have been included by the government. State government ആയിക്കോട്ടെ, central government പല സ്കീമും ഉണ്ട് that are exclusively formulated for the welfare of the target audience. അപ്പൊ എത്രയോ നമ്മുടെ ബെനിഫിറ്റ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റും കൊടുക്കുന്നുണ്ട്, ചിലത് ഗ്രാൻഡിന് എയ്ഡ് കൊടുക്കുന്നുണ്ട്, പലതും കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, റിസർച്ചിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതെല്ലാം SC ST ഒക്കെ വേണ്ടി നമ്മുടെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ
Some of the social welfare provisions include scholarships, free coaching, hostel for കാരണം SC/ST ഇതുണ്ട്, ഹോസ്റ്റല്, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് സ്കീംസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ എംപവർമെന്റ്. ഇത്തരത്തിലുള്ള എല്ലാ വെൽഫെയർ സ്കീമോട് കൂടി നമ്മൾ എക്കണോമിക്കലി ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് ആയ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ടുമോറോ.